ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. തക്കുട്ടി ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പം പോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയമായിരുന്നു. രാവിലെ തന്നെ കട്ടനൊക്കെ കുടിച്ചിട്ട് ഇരിക്കുവാണ്. അപ്പോൾ പിന്നെന്താ, തക്കുട്ടനാണെങ്കിൽ ക്ലാസ്സിൽ പോകാൻ കഴിയില്ലായിരുന്നു, മടിയായതുകൊണ്ടാണ്. മുഹറത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു കലണ്ടറിൽ. പക്ഷേ പുള്ളിക്ക് ഞാൻ തലേദിവസം അവധിയാണ് എന്ന് പറഞ്ഞ കാരണം പുള്ളി പോയില്ല. പിറ്റേ ദിവസം ആയപ്പോഴാണ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അത് കാരണം പുള്ളിക്ക് മടിയായി. അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഓടി നടക്കുകയാണ്. പുള്ളിക്ക് ബോറടിക്കുന്നുണ്ട്, എനിക്കും അതിൻ്റെ അപ്പുറം ബോറടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തുണിയൊക്കെ നനച്ചിടാമെന്ന് ഓർത്ത് ഞാനും ബാത്തുട്ടിയും കൂടി തുണി നനച്ചിടാൻ പോയി. ഇപ്പം നമ്മൾ കിണറിൽ നിന്നാണെന്ന് വെള്ളം കോരി നനക്കാൻ പോണത്. കുറച്ച് ദിവസമായിട്ട് കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം മഴയൊക്കെ പെയ്ത കാരണം വെള്ളമൊക്കെ ക്ലീനായി. നമ്മൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം ഇപ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ കുടിക്കാനൊന്നും എടുക്കത്തില്ല, അലക്കാനായിട്ടൊക്കെ എടുക്കാമല്ലോ. അലക്കാനൊക്കെ എടുക്കുന്നുണ്ട് വെള്ളം. പിന്നെ എന്താ, പൈപ്പിൽ വെള്ളം ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ എടുക്കാറുള്ളൂ. അനാവശ്യത്തിന് നേരത്തെ എടുത്ത് കളയുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിണറിലെ വെള്ളം എടുക്കുന്നത്. പിന്നെ എന്താ, അപ്പോഴത്തേ തക്കുട്ടിനെ എൻ്റെ കൂടെ വന്ന് സഹായിക്കാൻ നിൽക്കുവാണ്. ആൾ അമ്മ ഞാനും തുണി അലക്കാൻ വരാമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടുന്നുണ്ട്, പക്ഷെ ആളെൻ്റെ പുറകെ വരുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഇങ്ങോട്ടുള്ള സ്ഥലമൊക്കെ ആയത് ഇവിടെ മഴയൊക്കെ പെയ്ത കാരണം ഫുള്ളങ്ങ് കാട് പിടിച്ച് കിടക്കുവാണ്. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ കുറേ നാൾ പിടിക്കും. ഇപ്പോൾ ഇതിൽ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, കാരണം മഴ പെയ്ത് മൊത്തം അലമ്പായിട്ട് കിടക്കുവാണ്. നല്ല രീതിയിലൊന്ന് വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് പുല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാലേ പറിക്കാനൊക്കെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. അത് മറ്റേ ഇതായിട്ട് കുറ്റി ചെടി വീണിട്ട് കിളുക്കുന്നൊരു മരമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. പാതിരാവെന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. അത് ആണ് ഈ പിടിച്ച് വളർന്ന് ഫുള്ളങ്ങ് കാ വീണ് കിളുത്ത് നിൽക്കുവാണ്. അത് ഇനി പറിച്ചെടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണത്. അതിൻ്റെ വേര് പോലും പറയത്തില്ല. ഇവിടെ ഒറ്റവേരിൻ്റെ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അവിടെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മുടെ തുണിയൊക്കെ മുക്കി വെച്ച് സോപ്പ് പൊടിയിൽ അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാപ്പി എൻ്റെ ഒപ്പം വരുവാണ് കേട്ടോ അലക്കാനായിട്ട്. ഞാൻ എന്ത് ചെയ്താലും അവൻ എൻ്റെ കൂടെ ഹെൽപ്പ് ആക്കും. നല്ല കാര്യം തന്നെയാണ്. മീൻ വെട്ടായിരുന്നു ഞാൻ മീൻ വെട്ടും, ചെമ്മീൻ കിള്ളായിരുന്നു അത് വന്ന് സഹായിക്കും, എല്ലാം സഹായിക്കും ആൾ. പക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഉപദ്രവിച്ചിട്ട് പോവുകയും ചെയ്യും. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഇത് കഴുകാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കഴുകണ്ടെന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടപ്പോൾ അങ്ങോട്ട് മാറി നിന്ന് പിണങ്ങി നിൽക്കുവാണ്. ഞാൻ പറഞ്ഞു അമ്മ തുണി അലക്കിയിട്ട് കൊച്ചിനെ കൊണ്ട് തുണി വെള്ളത്തിൽ മുക്കി കഴുകിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ എന്നിട്ട് മൈൻഡ് ആക്കുന്നില്ല. പിന്നെ ആൾക്ക് എങ്ങനെയെങ്കിലും ആ സോപ്പ് പൊടി വെള്ളത്തിൽ കളിക്കണം, അതിന് വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുക. പിന്നെ തല മുഴുവനും ആ സോപ്പ് പൊടി വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി. അപ്പം ഞാൻ വഴക്കിട്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് പിണങ്ങി നടക്കും. ഇനി ഞാൻ അമ്മയോട് മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ തുണിയിലൊക്കെ നല്ല അഴുക്കുണ്ട്, അത് കാരണം അത് മകന് കഴുകാൻ പറ്റത്തില്ല, അതാണെന്നൊക്കെ പറഞ്ഞു. അഴുക്കില്ലാത്ത തുണി ഉണ്ടെങ്കിൽ മകന് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ പാൻറ്റ് 2 കഴുകാനുണ്ടായിരുന്നു. അത് കുറേ ദിവസമായി പറയുന്നു അലക്കിയിടണമെന്ന്. അത് കാരണം ഞാനത് എടുത്തതാണ്. അപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് നമ്മളത് അലക്കിയിട്ടാലും ഉണങ്ങാൻ ഭയങ്കര പാടാണ്, സ്മെല്ലുണ്ടാവും. അത് കാരണം ഒന്നും കഴുകാത്തത്. അപ്പോൾ വെയിൽ കണ്ടത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മളത് ചെയ്ത് വെച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അവിടെ നമ്മുടെ അലക്കലിൻ്റെ അവിടെയൊക്കെ ഫുള്ള് പുല്ലും ചവറും ഒക്കെയാണ്. ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ ക്ലീൻ ആക്കണമെങ്കിൽ തന്നെ ഒരു ചടങ്ങാണ്. ആക്കണ്ട ആ മറ്റേ മരം പോലെ പൊങ്ങി നിൽക്കുന്ന പോരാൻ ഭയങ്കര പാടാണ്. എത്ര സ്ട്രോങ് ആണെന്നറിയാം. അതും പുല്ലും മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കൈകൊണ്ട് പറിച്ച് അങ്ങ് ക്ലീനാക്കി പോകാം. പക്ഷേ ഈ മരം കുറ്റി പോലെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് കയറി നിൽക്കുന്ന കാരണം നമുക്ക് നമ്മളെ പുല്ല് പറിച്ച് കളഞ്ഞാലും ഈ സംഭവം അവിടെ നിൽക്കും. അങ്ങനെ ഇടകലർന്ന് നിൽക്കുന്ന കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി വെയിലൊക്കെ വന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സും തോന്നത്തുള്ളൂ, ചെയ്യാനും പറ്റത്തുള്ളൂ. അത് കാരണമാണ് അങ്ങനെ നിൽക്കുന്നത്. മഴയായാൽ പിന്നെ ഇവിടെ ഫുൾ കാടാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ കാടാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു വീടുണ്ടെന്ന് റോട്ടിൽ നോക്കിയപ്പോഴും അറിയത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിൽക്കുവാണ്. ഇവിടെ ഒന്നാമത് ഫുൾ കാടായതുകൊണ്ട് റോട്ടിൽ നിന്ന് നോക്കിയാൽ അറിയത്തില്ല. വീടിൻ്റെ അങ്ങോട്ട് കയറി വരുമ്പോഴേ അറിയത്തുള്ളൂ വീടുണ്ടെന്ന് തന്നെ. നമ്മുടെ മരങ്ങളുള്ള ഒന്നോർത്താൽ വേനൽക്കാലം വരുമ്പോഴത്തേക്കും വെയിലൊക്കെ നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാറ്റൊക്കെ കിട്ടും. അങ്ങനെ ഒരു ഇതുണ്ട്. പുറത്തിറങ്ങിയാൽ നല്ല കുളിർമയായിട്ട് നിൽക്കും. പുളിമരമൊക്കെ ഉണ്ട്, 2 പുളിമരം ഉണ്ട് അവിടെ കിഴക്ക് സൈഡിൽ അവിടെയുണ്ട്. നമ്മളിന്ന് തുണി വിരിക്കുന്നത് ഈ പടിഞ്ഞാറ് സൈഡിലേക്ക് മാറ്റിയേട്ടാ.
അവിടെ ഫ്രണ്ടിൽ ഓൾറെഡി കുറച്ച് തുണിയൊക്കെ ഉണ്ട്, മഴയെ കൊണ്ട് ഉണങ്ങാൻ പാടായതുകൊണ്ട് തലേദിവസം കഴുകിയിട്ട് തുണിയൊക്കെ രാവിലെ തന്നെ എടുത്ത് വെയിൽ വന്നപ്പോൾ എടുത്തിട്ടതാണ്. ഞാൻ ദേ തുണി കഴുകിയപ്പോൾ ദേ മഴക്കാർ വെക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ വരാനുള്ള ആ ഒരു മൈൻഡിൽ നിൽക്കുവാണ്. അപ്പം ഞാൻ തുണി കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും മഴ വരും. അത് ചേട്ടനെപ്പോഴും പറയാനുണ്ട്, ഏട്ടാ നീ തുണി കഴുകാൻ എടുക്കുമ്പോൾ അപ്പം മഴ വരുമല്ലാതെ. ഇതേ വെയിൽ ആണെങ്കിൽ പോയും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ തക്കൂട്ടൻ അവിടെ വാതിക്കലൊക്കെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ തുണി കഴിക്കാത്ത ദേഷ്യത്തിൽ അവിടെ പോയി നിൽക്കുകയാണ്, എന്നോട് മിണ്ടാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കാരണം പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ എനിക്കിനി ഒന്ന് കുളിക്കണം. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയും കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബക്കറ്റും തേങ്ങയും കൂടി എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഫോണും സ്റ്റാൻഡും കൂടി അവിടെ വെച്ചിട്ട് പോകുന്നില്ല എന്നോർത്ത് പിന്നെ തിരിച്ച് നടന്ന് അതെടുത്തുകൊണ്ട് വന്ന് പിന്നെ കുളിക്കാനായിട്ട് പോവുകയാണ്. മുടിയൊന്നും കണ്ടാലും പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. 2 ദിവസമായിട്ട് തല നനച്ചിട്ടില്ല, അതുകൊണ്ട് എണ്ണയൊന്നും തലയിലേക്ക് കണ്ടതേയില്ല. അത് കാരണം ഈ പരുവത്തിലിരിക്കുകയാണ്. ഇനി എണ്ണയൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും തക്കൂട്ടിനും കൂടി കടയിൽ പോയിട്ട് തക്കൂട്ടിനെ കൂടി സിപ്പപ്പൊക്കെ വാങ്ങിപ്പിച്ച് കേട്ടോ. ഞാനതും പറഞ്ഞിട്ട് കളിയാക്കുവാണ്. അപ്പോൾ ആൾ ക്യാമറ വരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചോറിന് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനും മുട്ട വറുത്തതും നമുക്ക് പച്ചമോരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് സെറ്റാക്കി ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കടയിൽ പോയായിരുന്നു. ചാർജർ ഷേക്ക് വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്, പക്ഷേ ചാർജർ ഷേക്ക് ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ ഉഴുന്നോടെയും കഴിച്ച്. തക്കൂട്ടൻ ആ പേരും പറഞ്ഞതിനെ കൊണ്ടൊരു ചോക്കോ ബാർ കൂടി വാങ്ങിപ്പിച്ച്. അതും പറഞ്ഞ് ഞാൻ പിന്നെ ഇട്ട് കളിയാക്കി കേട്ടോ. അപ്പോൾ അതും പറഞ്ഞ് എന്നെ തിരിച്ച് കളിയാക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടി തോരൻ വെച്ചതും പിന്നെ നമ്മുടെ ബീട്രൂട്ട് കറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്.